പുതുക്കാട് മണ്ഡലം എം.എൽ.എ. പ്രതിഭ പുരസ്കാര വിതരണം റവന്യൂ മന്ത്രി കെ. രാജൻ ഉദ്ഘാടനം ചെയ്തു. എസ്.എസ്.എൽ.സി, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പുതുക്കാട് മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെയും മണ്ഡലത്തിലെ സ്ഥിരതാമസക്കാരായ മണ്ഡലത്തിന് പുറത്തുള്ള വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെയുമാണ് ചടങ്ങിൽ ആദരിച്ചത്. ചടങ്ങിൽ കെ. രാമചന്ദ്രൻ എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി.എസ്. പ്രിൻസ്, ജില്ലാ സബ് കളക്ടർ അഖിൽ കുമാർ, സിവിൽ സർവീസ് പരീക്ഷാ വിജയി ഗംഗ ഗോപി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ. എം. ചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഇ.കെ. അനൂപ്, എൻ. മനോജ്, അശ്വതി വി.ബി, കലാപ്രിയ സുരേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അൽജോ പുളിക്കൻ, പ്രജ്യോതി നികേതൻ കോളേജ് ഡയറക്ടർ ഫാദർ ഹർഷജൻ പഴയാറ്റിൽ എന്നിവർ പ്രസംഗിച്ചു. 10ാം ക്ലാസ് പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ നേടിയ 540 വിദ്യാർത്ഥികളെയും ഹയർ സെക്കൻഡറി പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ നേടിയ 245 വിദ്യാർത്ഥികളെയുമാണ് അനുമോദിച്ചത്. കൂടാതെ 100% വിജയം കൈവരിച്ച വിദ്യാലയങ്ങളെയും ആദരിച്ചു. ഈ വർഷം റിട്ടയർ ചെയ്ത പ്രധാന അധ്യാപകർക്കും പുരസ്കാരം നൽകി. ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ് SSLCയും +2. ഒരു ഭയവുമില്ലാതെ സധൈര്യം ആ 2 പരീക്ഷകളെയും നേരിട്ട് നാം പ്രതീക്ഷിക്കുന്നതിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള വിജയം കരഗതമാക്കി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ പ്രതിഭകളായ എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ ആദ്യമേ കേരള സംസ്ഥാന സർക്കാരിന് വേണ്ടി ഊഷ്മളമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നമ്മുടെ നിയോജക മണ്ഡലത്തിലെ SSLC +2 മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന MLA പുരസ്കാരം എന്ന നിലയിലുള്ള ഒരു പ്രത്യേക പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ ഏറ്റവും മികച്ച നിലയിൽ ആരംഭിച്ചിരിക്കുന്നത്. നമ്മുടെ നിയോജക മണ്ഡലത്തിൽ നിന്ന് തന്നെ SSLCക്കും അതുപോലെ തന്നെ +2വിനും ഫുൾ A+ വാങ്ങിയ കുട്ടികളുടെ എണ്ണം ചോദിച്ചപ്പോൾ 790 പേർ അതിലുണ്ട് എന്നറിയുന്നത് ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. നമ്മുടെ നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും സമ്പന്നമായ ഒരു വേദി വിദ്യാഭ്യാസ പുരസ്കാരത്തിനൊഴികെ മറ്റൊരു വേദി ഈ മണ്ഡലത്തിൽ വേറെ നടത്താനില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതായത് മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നതിയാണ് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന 4 ദിവസം മുമ്പ് ഇവിടെ ഏതാണ്ട് 300-400ഓളം, അതിൽ പലരും ഇവിടെ കാണും, A++ കിട്ടിയവർ വന്നു. അവർ പുറത്ത് കിടന്നപ്പോൾ ഞാൻ ചിലവരോട് 10-50 പേരോട് സമയമെടുത്ത് ചോദിച്ചു, നിങ്ങളിനി എന്താ ഉദ്ദേശിക്കുന്നത്? ചിലർ പറഞ്ഞു IAS, ചിലർ പറഞ്ഞു IPS, ചിലർ പറഞ്ഞു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ചിലർ പറഞ്ഞു ടീച്ചർ, ചിലർ പറഞ്ഞു എൻജിനീയർ. അങ്ങനെ പല വിധത്തിലാണ് പറഞ്ഞത്. ഇപ്പോൾ എൻ്റെ ഒരു കുട്ടിക്കാലത്തൊക്കെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ഡോക്ടറാവുക എന്നുള്ളതായിരുന്നു. പക്ഷേ പിന്നീട് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ, ഒരു 12ാം ക്ലാസ്സൊക്കെ എത്തിയപ്പോൾ, ഞാൻ അന്ന് ബയോമാക്സാണ് എടുത്തിരുന്നത്. ആ ഒരു സമയത്ത് എനിക്കൊരു തിരിച്ചറിവുണ്ടായി, ഞാൻ ഡോക്ടറായിക്കഴിഞ്ഞാൽ പേഷ്യൻസിന് ബുദ്ധിമുട്ട് ഉണ്ടാകുമെന്നല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല എന്നുള്ളത്. ഈ ഒരു വിജയം, ഈ ഒരു ദിനം എന്ന് പറയുന്നത് നിങ്ങളുടെ അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും എല്ലാം ദിനമാണ്. വെറും A+ അല്ലെങ്കിൽ മാർക്കിൻ്റെ മാത്രം ദിനമല്ല. നിങ്ങൾ വേണ്ടാന്ന് വെച്ച കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, സിനിമകൾ, കൂട്ടുകാരുമൊത്തുള്ള ഒരുമിച്ച് കൂടലുകൾ, ഇതെല്ലാം വേണ്ടാന്ന് വെച്ചിട്ടുള്ള നിങ്ങളുടെ ത്യാഗത്തിൻ്റെയും അല്ലെങ്കിൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെയും ദിനമാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ പഠനകാലത്ത് അദ്ദേഹത്തിന് ഒരു പാഷൻ ഉണ്ടായിരുന്നു. പാഷൻ എന്ന് വെച്ചാൽ അടങ്ങാത്ത ആഗ്രഹം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ പാഷൻ വേറൊന്നുമല്ല, അദ്ദേഹത്തിന് വിമാനം ഓടിക്കണം എന്നുള്ളതായിരുന്നു.